കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വീണ്ടും വളരെ നിർണായകമായ ഒരു സംഭവ വികാസവും അതുപോലെ വലിയൊരു രാഷ്ട്രീയ അനിശ്ചിതത്വമാണ് ഇപ്പോൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഒഴിയാനുള്ള സന്നദ്ധത സണ്ണി ജോസഫ് പരസ്യമായി അറിയിച്ചിട്ടും പകരം ആര് അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരണമെന്ന ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരം കണ്ടെത്താനാകാതെ പൂർണ്ണമായും കുഴങ്ങുന്ന കാഴ്ചയാണ് AICC നേതൃത്വത്തിനും അതുപോലെ ഡൽഹിയിലെയും തിരുവനന്തപുരത്തെയും രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംഘടനയിൽ പുനഃസംഘടന അത്യന്താപേക്ഷിതമാണെന്ന ബോധ്യം ഹൈക്കമാൻഡിനും സംസ്ഥാന നേതാക്കൾക്കും ഒരുപോലെ ഉണ്ടെങ്കിലും പുതിയ KPCC അമരക്കാരൻ ആരായിരിക്കണമെന്ന കാര്യത്തിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ ചർച്ചകൾ അറ്റമില്ലാതെ നീണ്ടുപോവുകയാണ്. വരാനിരിക്കുന്ന നിർണായകമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ പാർട്ടി എങ്ങനെ മുന്നോട്ട് നയിക്കണം എന്നതിനെ ചൊല്ലിയുള്ള വലിയൊരു പോരാട്ടമാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളിലെ അണിയറയിൽ തന്നെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഇവിടെ പ്രധാനമായും KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കേവലം ഒരു വ്യക്തിഗത നിയമനത്തിനപ്പുറം വലിയൊരു രാഷ്ട്രീയ വിശകലനത്തിനും അതുപോലെ ആഭ്യന്തര ഭിന്നതകൾക്കും വഴി തുറക്കാനുള്ള പ്രധാന കാരണം AICC തലപ്പത്തെ പ്രമുഖ നേതാക്കളുടെ വ്യത്യസ്ത നിലപാടുകളാണ്. AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ സൂക്ഷ്മമായ രാഷ്ട്രീയ നീക്കങ്ങളും AICC പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ശക്തമായ രാഷ്ട്രീയ താല്പര്യങ്ങളും ഇവിടെ പരസ്പരം കൂട്ടിമുട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സണ്ണി ജോസഫിന് പകരം ഷാഫി പറമ്പലിനെ KPCC അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരാനാണ് KC വേണുഗോപാലിന്റെ വിഭാഗം വളരെ ശക്തമായി തന്നെ രംഗത്തുള്ളത്. ഷാഫിയെ മുൻനിർത്തി അധ്യക്ഷ പദവിയിലേക്ക് നീങ്ങുമ്പോൾ സംസ്ഥാനത്ത് പാർട്ടിക്ക് കൂടുതൽ ജനപ്രീതി ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് KC ക്യാമ്പിന്റെ പ്രധാന കണക്കുകൂട്ടൽ. പ്രത്യേകിച്ച് സംസ്ഥാനത്ത് ചില മേഖലകളിൽ പാർട്ടി നേരിടുന്ന ന്യൂനപക്ഷ പിന്തുണയിലെ വിള്ളലുകൾ അത് പരിഹരിക്കാനും പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്നും ഒരല്പം അകന്നു നിൽക്കുന്ന യുവജന വിഭാഗത്തെ തിരികെ ഒപ്പം നിർത്തി ആവേശത്തിലാക്കാനും ഷാഫി പറമ്പലിന്റെ വരവോടുകൂടി സാധിക്കുമെന്നാണ് KC വേണുഗോപാലിന്റെ അനുകൂലികൾ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഷാഫി പറമ്പിൽ അധ്യക്ഷനായാൽ അത് പാർട്ടിക്ക് പുതിയൊരു ഊർജ്ജവും അതുപോലെ യുവത്വത്തിന്റെ ആവേശം നൽകുമെന്നും തെരുവിൽ പാർട്ടിക്ക് കൂടുതൽ പോരാട്ട വീര്യത്തോടെ നിൽക്കാൻ കഴിയുമെന്നും ഇവർ വാദിക്കുന്നുണ്ട്. ന്യൂനപക്ഷ വോട്ട് ബാങ്കുകൾ വീണ്ടും പൂർണ്ണമായ ആധിപത്യം ഉറപ്പിക്കാനും ജനകീയ അടിത്തറകൾ കൂടുതൽ ശക്തമാക്കാനും ഷാഫിയെ പോലൊരു പ്രകടനാത്മക രാഷ്ട്രീയക്കാരൻ പാർട്ടി തലപ്പത്ത് വരുന്നത് കോൺഗ്രസിന് വലിയൊരു രാഷ്ട്രീയ നേട്ടമാകുമെന്നാണ് KC ക്യാമ്പിന്റെ നിരന്തരമായ വിലയിരുത്തൽ. എന്നാൽ ഇതിൽ നിന്ന് തീർത്തും വ്യത്യസ്തവും തികച്ചും വിപ്ലവാത്മകവുമായ ഒരു രാഷ്ട്രീയ നിലപാടാണ് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ സ്വീകരിക്കുന്നത്. ദളിത് വിഭാഗത്തിൽ നിന്നുള്ള മുതിർന്ന നേതാവും പാരമ്പര്യമുള്ള പാർലമെന്റേറിയനുമായ കൊടിക്കുന്നിൽ സുരേഷിനെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനാണ് മല്ലികാർജ്ജുൻ ഖാർഗെ താല്പര്യപ്പെടുന്നത്. ദേശീയ തലത്തിൽ തന്നെ ദളിത് പിന്നോക്ക രാഷ്ട്രീയവും സാമൂഹ്യനീതി വീണ്ടും ശക്തമായി ഉയർത്തിപ്പിടിക്കുകയും BJPയുടെ രാഷ്ട്രീയ തന്ത്രങ്ങളെ ചെറുക്കാൻ ഈ വിഭാഗങ്ങളെ ഒപ്പം നിർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന കോൺഗ്രസ് നേതൃത്വത്തിന് കേരളം പോലെ രാഷ്ട്രീയമായി ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സംസ്ഥാനത്ത് ഒരു ദളിത് അധ്യക്ഷനെ വഹിക്കുന്നത് വലിയൊരു ദേശീയ സന്ദേശം നൽകുമെന്നാണ് ഖാർഗെയുടെ നിരീക്ഷണം. കേരളത്തിലെ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ തന്നെ ദളിത് പ്രാതിനിധ്യം പരമോന്നത പദവിയിൽ എത്തിക്കുന്നത് ദളിത് സമുദായത്തിൽ നിന്നും പിന്നോക്ക ജനവിഭാഗങ്ങളിൽ നിന്നും കൂടുതൽ വോട്ടുകൾ പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ സഹായിക്കുകയും ചെയ്യും. പാർട്ടിയുടെ സാമൂഹ്യ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനും ദേശീയ തലത്തിൽ കോൺഗ്രസ് ഉയർത്തുന്ന ദളിത് പ്രേമവും കേവലം വാഗ്ദാനം മാത്രമല്ലെന്ന് തെളിയിക്കാനും ഈ നീക്കം ഉപകരിക്കുമെന്ന് ഖാർഗെ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റാരെക്കാളും കൊടിക്കുന്നിൽ സുരേഷിന്റെ പേരിനാണ് ഖാർഗെ കൂടുതൽ മുൻഗണന നൽകുന്നത്. AICC പ്രസിഡന്റിന്റെ ഈ നിലപാട് KC വേണുഗോപാലിന്റെ തന്ത്രങ്ങൾക്ക് വലിയൊരു വെല്ലുവിളിയായി മാറുകയും ചെയ്തിട്ടുണ്ട്. KC വേണുഗോപാലും മല്ലികാർജ്ജുൻ ഖാർഗെയും ഒക്കെ ഇത്തരം വ്യത്യസ്ത നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമ്പോൾ ഈ വിഷയം അന്തിമമായി ആർക്ക് അനുകൂലമായി തീരുമാനിക്കപ്പെടുമെന്നതിൽ രാഹുൽ ഗാന്ധിയുടെ നിലപാടാണ് ഇവിടെ ഏറ്റവും നിർണായകമായി മാറാൻ പോകുന്നത്. ഒരു വശത്ത് ദളിത് പ്രാതിനിധ്യത്തിനും മറുവശത്ത് യുവ നേതൃത്വത്തിനും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന രാഷ്ട്രീയ ശൈലിയാണ് രാഹുൽ ഗാന്ധിയുടേത്. ദേശീയ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധി ഉയർത്തുന്ന ജാതി സർവേയും അതുപോലെ പിന്നോക്ക ക്ഷേമവും കണക്കിലെടുത്താൽ ഖാർഗെയുടെ ദളിത് വാദത്തിനൊപ്പം നിൽക്കേണ്ടി വരും. എന്നാൽ അതേസമയം തന്നെ സംഘടനാ സംവിധാനത്തിന് പുതിയ രക്തവും ചടുലതയും നൽകാൻ യുവാക്കളെ തലപ്പത്തേക്ക് കൊണ്ടുവരണമെന്ന രാഹുലിന്റെ മുൻകാല നിലപാട് കൂടി പരിഗണിച്ചാൽ ഷാഫി പറമ്പലിനും സാധ്യതകൾ തെളിയുന്നുമുണ്ട്. അതിനാൽ രാഹുൽ ഗാന്ധി അന്തിമമായി ആരുടെ രാഷ്ട്രീയ താല്പര്യത്തിനൊപ്പമാണ് നിലയുറപ്പിക്കുക എന്നതിനെ ആശ്രയിച്ചിരിക്കും പുതിയ KPCC അധ്യക്ഷൻ ആരായിരിക്കുമെന്ന് പൂർണ്ണമായി നിശ്ചയിക്കപ്പെടുക. അതേസമയം തന്നെ ഹൈക്കമാൻഡിലെ ഈ ആശയക്കുഴപ്പങ്ങളും തർക്കങ്ങളും പുകയുമ്പോൾ പരമ്പരാഗത ഗ്രൂപ്പ് കേന്ദ്രങ്ങളും തങ്ങളുടെ സ്വന്തം കരുനീക്കങ്ങളുമായി തിരുവനന്തപുരത്തും ഡൽഹിയിലും വളരെ സജീവമായി തന്നെ രംഗത്തുണ്ട്. കോൺഗ്രസിലെ പ്രബലമായ A ഗ്രൂപ്പ് പാർട്ടിയിലെ മുതിർന്ന നേതാവായ ബെന്നി ബെഹനാന് വേണ്ടിയാണ് സമ്മർദ്ദം ശക്തമാകുന്നത്. സംസ്ഥാന കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളും പരമ്പരാഗത പങ്കുവെക്കലുകളും നിലനിർത്താൻ ബെന്നി ബെഹനാന്റെ പ്രാതിനിധ്യം KPCC തലപ്പത്ത് അത്യന്താപേക്ഷിതമാണെന്ന് A ഗ്രൂപ്പ് നേതാക്കളുടെ പ്രധാന വാദം. പാർട്ടിയിലെ സമുദായ സമവാക്യങ്ങളും മുതിർന്ന നേതാക്കളുടെ പിന്തുണയും തങ്ങൾക്ക് അനുകൂലമാണെന്നാണ് അവർ അവകാശപ്പെടുകയും ചെയ്യുന്നത്. ഗ്രൂപ്പ് സമവാക്യങ്ങളെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞ് മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ സംഘടനാ തലത്തിൽ അനാവശ്യമായ ഭിന്നതകൾ ഉണ്ടാകുമെന്നും A ഗ്രൂപ്പ് നേതൃത്വം ഹൈക്കമാൻഡിനെ പരോക്ഷമായി അറിയിച്ചിട്ടുമുണ്ട്. എന്നാൽ മറുവശത്ത് പാർട്ടിക്കൊരു മുഴുസമയ അധ്യക്ഷ മുഴുവൻ സമയമായ അധ്യക്ഷൻ വേണമെന്ന തികച്ചും ഉറച്ച നിലപാടിലാണ് മറ്റു ചില മുതിർന്ന നേതാക്കളുടെ ക്യാമ്പ് രംഗത്തുള്ളത്. നിലവിൽ MPമാരോ MLAമാരോ ആയിരിക്കുന്ന ജനപ്രതിനിധികളും മറ്റ് ഔദ്യോഗിക പദവികൾ വഹിക്കുന്നവരും KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത് സംഘടനാ പ്രവർത്തനത്തെയും പാർട്ടി മെഷീനറിയുടെ
ചലനാത്മകതയും ദോഷകരമായി ബാധിക്കുമെന്നാണ് ഈ വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത്. 24 മണിക്കൂറും പാർട്ടി പ്രവർത്തനത്തിനായി മാത്രം സമയവും ശ്രദ്ധയും നീക്കിവെക്കാൻ കഴിയുന്ന ഒരു മുഴുവൻ സമയ നേതാവായിരിക്കണം KPCC അധ്യക്ഷൻ എന്ന ശരിയായ വികാരം ഹൈക്കമാൻഡ് അംഗീകരിക്കുകയാണെങ്കിൽ ജോസഫ് വാഴക്കന് സാധ്യതകൾ വലിയ തോതിൽ വർദ്ധിക്കുകയും ചെയ്യും. ജനപ്രതിനിധികൾ അവരുടെ മണ്ഡലങ്ങളിലെ കാര്യങ്ങളും പാർലമെന്ററി ചുമതലകളും ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ പാർട്ടി സംഘടനയെ ശക്തിപ്പെടുത്താൻ മുഴുവൻ സമയ സംഘടനകൾ അല്ലെങ്കിൽ സംഘാടകർ തന്നെ വേണമെന്നാണ് ഇവരുടെ കർശന നിലപാട്. ഒരു പ്രധാന പേരുകൾക്കപ്പുറം പാർട്ടിയിലെ തന്നെ മറ്റു മുതിർന്ന നേതാക്കളായ ആന്റോ അഗസ്റ്റിൻ, VA ശിവകുമാർ, അടൂർ പ്രകാശ്, മാത്യു കുഴൽനാടൻ തുടങ്ങിയവരുടെ പേരുകളും വിവിധ രാഷ്ട്രീയ കോണുകളിൽ നിന്നും ചർച്ചകളിൽ സജീവമായി ഉയരുന്നുണ്ട്. തങ്ങളുടെ അനുകൂലികളെ അധ്യക്ഷ പദവിയിലോ പ്രധാന ഭാരവാഹിത്വത്തിലോ എത്തിക്കാൻ ഓരോ ഗ്രൂപ്പുകളും സാമുദായിക വിഭാഗങ്ങളും നടത്തുന്ന തീവ്രമായ ചരടുവലികൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനൊപ്പം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയെ ചൊല്ലി നിലനിൽക്കുന്ന ഈ ഒരു അനിശ്ചിതത്വവും തർക്കങ്ങളും കാരണം KPCC അധ്യക്ഷന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നത് വൈകാൻ മറ്റൊരു പ്രധാന കാരണമായി മാറുകയും ചെയ്യുന്നു. ഓരോ നേതാക്കളും തങ്ങളുടെ ഗ്രൂപ്പ് സമവാക്യങ്ങളും രാഷ്ട്രീയ ഭാവി സുരക്ഷിതമാക്കാൻ പരമാവധി സമ്മർദ്ദം ചെലുത്തുമ്പോൾ തീരുമാനമെടുക്കൽ ഹൈക്കമാൻഡ് ഒരു വലിയ അഗ്നിപരീക്ഷയായി കൂടി മാറുകയാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ UDF ഭരണത്തിൽ വരികയും VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ചുമതലയേൽക്കുകയും ചെയ്തതോടെ KPCC അധ്യക്ഷന്റെ ചുമതല മുൻപത്തേക്കാൾ ഏറെ സങ്കീർണവും നിർണായകവുമായി മാറിയിട്ടുമുണ്ട്. മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന് പൂർണ്ണ പിന്തുണ നൽകാനും സർക്കാരിന്റെ ജനക്ഷേമ നയങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കാനും അതേസമയം തന്നെ പാർട്ടി അണികളെ പൂർണ്ണ ആവേശത്തോടെ ഒപ്പം നിർത്തി ഭരണവും സംഘടനയും തമ്മിൽ മികച്ച ഏകോപനം ഉറപ്പിക്കാനും കഴിവുള്ള തന്ത്രജ്ഞനായ ഒരു അധ്യക്ഷൻ വേണമെന്നതിൽ യാതൊരു തർക്കവുമില്ല. VD സതീശനുമായി മികച്ച ആത്മബന്ധവും സഹകരണവും പുലർത്താൻ സാധിക്കുന്ന ഒരു നേതാവ് KPCC അധ്യക്ഷനായി വന്നാൽ മാത്രമേ സർക്കാരും പാർട്ടിയും ഒരേ ദിശയിൽ തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോവുകയുള്ളൂ. ഇനി ഇതിനൊപ്പം തന്നെ കോൺഗ്രസിന്റെ അണികൾക്കിടയിലും സൈബർ ഇടങ്ങളിൽ നടക്കുന്ന മറ്റൊരു പ്രധാന ചർച്ച കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. മുമ്പ് CPM സർക്കാരിന്റെ കാലത്ത് പിണറായി വിജയൻ ഉയർത്തിയ പല വ്യാജ രാഷ്ട്രീയ ആരോപണങ്ങളെയും ശക്തമായി ചെറുക്കുകയും പ്രതിപക്ഷ സ്ഥാനത്തിരുന്നുകൊണ്ട് സൈബർ ലോകത്തും തെരുവുകളിലും കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പോരാളിയെ നിലയുറപ്പിക്കുകയും ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിന്റെ തിരിച്ചുവരവിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ പാർട്ടി അണികൾക്കിടയിലും വീണ്ടും സജീവമാകുന്നുണ്ട്. പ്രതികൂല രാഷ്ട്രീയ സാഹചര്യങ്ങളിലും കേസുകളിലും പെട്ട് പുറത്തു നിൽക്കേണ്ടി വന്ന രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ കേസുകളിൽ നിയമപരമായ തടസ്സങ്ങൾ മാറുന്ന സാഹചര്യത്തിൽ പാർട്ടിയിൽ അർഹമായ പദവി നൽകി തിരികെ കൊണ്ടുവരണമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെയും സാധാരണ അണികൾ മുറവിളി കൂട്ടുന്നത്. പോലീസ് കേസിന്റെ അല്ലെങ്കിൽ പോലീസിന്റെ വ്യാജ കേസ് അന്വേഷണങ്ങളും കോടതിയിൽ നിന്നും രാഹുൽ ലഭിച്ച ആശ്വാസങ്ങളും ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തിനെതിരെ നടന്ന ഗൂഢാലോചനകൾ പുറത്തു കൊണ്ടുവരണമെന്നും വരാനിരിക്കുന്ന KPCC പുനഃസംഘടനയിൽ രാഹുലിനെ പോലുള്ള പോരാളികൾക്ക് മുൻനിര സ്ഥാനങ്ങൾ നൽകണമെന്നും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ആവശ്യവും ഉയരുന്നുണ്ട്. പുതിയ KPCC അധ്യക്ഷൻ ചുമതലയേൽക്കുമ്പോൾ പാർട്ടിയെ താഴെത്തട്ട് മുതൽ പുനഃസംഘടിപ്പിക്കുകയും എല്ലാ വിഭാഗം നേതാക്കളെയും യുവരക്തങ്ങളെയും ഒരുപോലെ സജീവമാക്കുകയും ചെയ്യേണ്ട വലിയൊരു ദൗത്യം അദ്ദേഹത്തിന് ഏറ്റെടുക്കേണ്ടതായും വരും. ചുരുക്കത്തിൽ പാർട്ടി കെട്ടിപ്പടുക്കാൻ ശക്തമായൊരു വിപ്ലവാത്മക നേതൃത്വം വേണമെന്ന ആവശ്യം ഒരു വശത്ത് നിലനിൽക്കുമ്പോൾ മറുവശത്ത് ഗ്രൂപ്പ് പോരുകളും സാമൂഹിക ഭിന്നതകളും മറികടന്നുകൊണ്ട് പരമാവധി എല്ലാവരെയും കൂട്ടിയിണക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സമവായ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്നത് ഹൈക്കമാൻഡിന് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. രാഹുൽ ഗാന്ധിയുടെ നിലപാടും KC വേണുഗോപാലിന്റെ ചരടുവലികളും ഖാർഗെയുടെ തന്ത്രങ്ങളും മുഖ്യമന്ത്രി VD സതീശനടക്കമുള്ള സംസ്ഥാന നേതാക്കളുടെ നിലപാടുകളും ഒന്നിക്കുന്ന ബിന്ദുവിൽ മാത്രമേ കേരള കോൺഗ്രസിന്റെ അടുത്ത അമരക്കാരൻ ആരെന്ന കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ.